അങ്ങനെ അവസാനം ഞാനെൻ്റെ ലാപ്ടോപ്പ് റീസെൽ ചെയ്തു. കുറച്ച് മാസങ്ങളായിട്ട് ലാപ്ടോപ്പ് വിൽക്കാനിരിക്കുവായിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ലാപ്പ് വിറ്റത്. പക്ഷേ കഴിഞ്ഞ മാസം വരെയൊക്കെ മന്ത് എൻഡ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫണ്ടൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ലാപ്പ് സെൽ ചെയ്യുന്നത് ഇങ്ങനെ നീണ്ടുപോയത്. ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ കിട്ടിയ എല്ലാ സാധനവും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കവർ ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മൾ സെൽ ചെയ്ത സമയത്ത് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കൊല്ലം ജില്ലയിൽ നിന്നാണ് നമ്മുടെ ലാപ്പ് വാങ്ങാൻ തയ്യാറായിട്ട് ഒരു ബയറിനെ കിട്ടിയത്. അവൻ്റെ പേര് ഭരത് എന്നാണ്. അവൻ പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നു. ലാപ്പൊക്കെ ചെക്ക് ചെയ്ത് അവൻ ഓക്കെ. അതിനുശേഷം നമ്മൾ ലാപ്ടോപ്പ് റീസെറ്റ് ചെയ്യാനായിട്ട് ഇട്ടു. ക്യാഷിന്റെ കാര്യമൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ഫെയർ എമൗണ്ടിന് തന്നെയാണ് ഡീലാക്കിയത്. ഞാൻ നല്ലപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്തൊരു ലാപ്ടോപ്പാണ്. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത എമൗണ്ട് കുറവാണെങ്കിലേ ഉള്ളൂ. നമ്മുടെ ബയ്യർ ആണെങ്കിൽ ലാപ്പ് എടുക്കാൻ വന്ന ശേഷം ഓരോരുത്തരായിട്ട് മാറി മാറി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ റീസെറ്റ് ചെയ്യേണ്ട ലാപ്ടോപ്പ് ബൂട്ടപ്പ് ആയിട്ട് വന്നു. അവൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സത്യം പറയാലോ ലാപ്പ് കിട്ടിയതിലേക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ സാരമില്ല. അവസാന ഫണ്ടിന്റെ കാര്യമൊക്കെ ക്ലോസ് ചെയ്ത് അവൻ ലാപ്പുമായിട്ട് കൊല്ലത്തേക്ക് പോയി. എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ബൈ.